തലൈവർ തമ്പി തലമേൽ എന്ന് പറഞ്ഞ പുതിയൊരു പടം കണ്ടു. നമ്മുടെ ജീവയുടെ ഏറ്റവും പുതിയ പടമാണ്. നമ്മുടെ ഫാലിമിയുടെ ഡയറക്ടറാണ് മലയാള പടം. ആൻഡ് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് രസമുള്ള ഒരു ഒരു ചെറിയൊരു പ്ലോട്ടാണ് സിനിമയിൽ. ഒരേ സമയത്ത് ഒരു കല്യാണ വീട്, ഒരു മരണ വീട് 2 അടുപ്പിച്ചുള്ള വീട്ടിൽ ഒരേ സമയത്ത് ഇതുപോലെ ഒരു കല്യാണവും, ഒരു മരണവും നടന്നാൽ എങ്ങനെയായിരിക്കും? അതിനെങ്ങനെയായിരിക്കും ആൾക്കാർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ കാണിച്ചു തരിക. സോ ഒരു ഒറ്റ രാത്രി, ഒരു ഓവർനൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ എൻറ്റയർലി. സോ ആ ഒരു ചെറിയൊരു പ്രിമൈസിനെ എടുത്ത് ഒരു 2 മണിക്കൂർ അധികം വലിപ്പിക്കലൊന്നുമില്ലാതെ 2 മണിക്കൂറിന് താഴെയുള്ളൂ. ഒരു അധികം ബോറടിയോ ലാഗടിയൊന്നും ഇല്ലാതെ നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ സിനിമ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിതിനു മുമ്പ് എനിക്ക് ചില സമയത്തൊക്കെ നമുക്കിപ്പോൾ മലയാളത്തിൽ തന്നെയുള്ള നമ്മുടെ ജാനമന്നും ദെൻ വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഈ സിനിമയിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഏകദേശം പ്ലോട്ട് പോലെ ആണെങ്കിലും അതിൽ മരണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ കല്യാണമുണ്ട്, മരണമുണ്ട്. സോ ആൻഡ് ഈ 2 വീട്ടുകാർ തമ്മിലുള്ള റൈവൽറി ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് കുറച്ച് ഫ്രഷ് ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഈ സിനിമയെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലോട്ടിൽ ഇനി എന്ത് നടക്കും, ഇനി ഇവർ തമ്മിലുള്ള റൈവൽറി എന്താണെന്നൊക്കെ ഒരുപാട് ബാക്ക് സ്റ്റോറി ഇങ്ങനെ വലിപ്പിച്ചൊന്നും പോകാതെ വളരെ മിനിമൽ ആയിട്ടുള്ള ടൈം കൊണ്ട് അതൊക്കെ പറഞ്ഞു പോയി എത്രത്തോളം എൻഗേജിങ് ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഒരു സറ്റേറിക്കൽ മോഡിലാണ് സിനിമ പോകുന്നതെങ്കിലും എനിക്കൊരു സിനിമയിലെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൽ ഹ്യൂമർ എലമെൻറ്റ് കുറച്ചും കൂടി കൂട്ടായിരുന്നു. അത് ഓൺ പേപ്പറും ഇല്ല, ഓൺ സ്ക്രീനും നമുക്കത് കാണാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഒരു മേക്കിങ്ങിൽ പിടിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ വന്നു പോകും, മാനറിസംസിലൊക്കെ വരുന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പക്ഷേ കുറേ സ്ഥലത്ത് ഹ്യൂമറിനുള്ള സ്പേസ് കുറേ സിനിമയിൽ ഉണ്ടായിരുന്നിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നൊരു തോന്നലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 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 യോഗി ബാബു അല്ലെങ്കിൽ ഒരു സന്താനത്തിൻ്റെ ഒക്കെ ഒരു ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു വെടവ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കുള്ള സ്പേസ് അവിടെ ഉണ്ട്. ആൾക്ക് വന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് സിനിമയിൽ. എങ്കിലും സിനിമയിൽ വന്നിട്ടുള്ള ഈ ഒരു കാസ്റ്റിനെ വെച്ച് അവർ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മലയാളത്തിലുള്ള നമ്മളൊക്കെ കണ്ടുപരിച്ചുള്ള ഒരുപാട് മുഖങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അവരൊന്നും പക്ഷെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ബ്ലെൻഡായിട്ട് സ്റ്റിച്ചായിട്ട് ഒരു അങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഇപ്പോൾ കണ്ട അപ്പോൾ മലയാളി തനിമ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സോ കാസ്റ്റിങ്ങും വലിയ കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിമേസ് ഉണ്ട്. ആ വീടിൻ്റെ ഒരു ലൊക്കേഷൻ ഉണ്ട്. അതിന് 2 വീടും അടുപ്പിച്ചാണ്. ഒരു കുന്നിൻ്റെ മേലെയാണ് 2 വീട്. ഇതിൻ്റെ തൊട്ട് ബാക്കിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആൻഡ് അതിന് ചുറ്റുമുറ്റി കാടുണ്ട്. ഇങ്ങനത്തെ ആ വീടും അതിൻ്റെ പരിസരമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ പ്രിമേഴ്സിനും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഈ സിനിമ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഒരു ലൊക്കാലിറ്റി മുഴുവനും അവിടുത്തെ ആൾക്കാരും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ഞാൻ സ്റ്റാർട്ട് ടു എൻഡ് സിനിമ അവിടെ തന്നെ ഈ കല്യാണ വീട്ടിൽ തന്നെ തുടങ്ങി കല്യാണ വീട്ടിൽ തന്നെ സിനിമ അവസാനിക്കും. ഞാൻ ഈ പറഞ്ഞ ഒറ്റ രാത്രി ആയതുകൊണ്ട് നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് പറയുന്നത് കേട്ടൊരു മാരക മറ്റേ സംഭവം ചിരിച്ച് മറയ്ക്കാനുള്ള കുറേ സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടിരിക്കും ഒരു രസത്തിൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ കുറേ വർക്കൗട്ടായിട്ടുള്ള, എന്നാൽ കുറേ സ്ഥലങ്ങൾ ചെയ്യായിരുന്നു എന്നും തോന്നിപ്പോയിട്ടില്ല. ഒരുപാട് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഇല്ല. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ അതേപോലെ തന്നെ നീറ്റായിട്ട് കുറച്ച് മരുന്ന് കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ള രീതിയിൽ സെക്കൻഡ് ഹാഫ് ഇവർക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ്. ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ മെയിൻ പ്രശ്നം ഒരു പോർഷൻ മാത്രമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുക. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിലൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ ആയിരിക്കും അവർ എന്തെങ്കിലുമൊക്കെ അവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് ഹ്യൂമർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ത്രൂ ഔട്ട് ദ ഫിലിം നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇതിൽ മെയിൻ കാസ്റ്റ് അല്ലെങ്കിൽ മെയിൻ നായകൻ ജീവിയാണ്. പക്ഷെ ആൾക്ക് പെർഫോം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു മൂപ്പര് ഹീറോ ആണെന്ന് പറഞ്ഞ് മൂപ്പര് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കഥയിൽ എന്താണ് ആവശ്യം, കഥയിൽ എവിടെയാണ് മൂപ്പര് ആവശ്യം അവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഹീറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു പടമൊന്നുമല്ല. ഹീറോ ഒരു ക്യാരക്ടറാണ് എന്നത് മാത്രമായിരിക്കും സിനിമയിൽ പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് ഒരു നല്ല പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇവൻറ്റ്സും അതിങ്ങനെ ടേൺ ഓവർ ചെയ്ത് ഇങ്ങനെ അടുത്ത് കോൺഫ്ലിക്റ്റ് അടുത്ത് എന്താ നടക്കാൻ പോകുന്നതായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ കുറേ കൂടി ഹ്യൂമർ കുറേ സ്ഥലത്ത് ഇൻജെക്ട് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു എന്ന് മാത്രം എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. സ്റ്റിൽ കുഴപ്പമില്ലാതെ പോകുന്നു. ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഈ ഒരു പടം കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.